കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം. 3 resistors R1, R2, R3 are combined as shown in figure. 3 റെസിസ്റ്ററുകൾ ഇവിടെ ഫിഗറിൽ തന്നിരിക്കുന്നത് പോലെ കമ്പൈൻ ചെയ്തിരിക്കുന്നു. ഇതിൽ സീരീസ് കോമ്പിനേഷൻ ഏതാണ്, പാരലൽ കോമ്പിനേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൽ ഏത് കോമ്പിനേഷനാണ് ലോവസ്റ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ളത്, അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ഫിഗർ പാരലൽ കോമ്പിനേഷനും സെക്കൻഡ് ഫിഗർ സീരീസ് കോമ്പിനേഷനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പാരലൽ കോമ്പിനേഷനിലാണ് ലോവസ്റ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ളത്. നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ R1 + R2 + R3 ഈ രീതിയിലാണ് റെസിസ്റ്റൻസുകൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ 1/R = 1/R1 + 1/R2 + 1/R3 ഈ രീതിയിലാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി പാരലൽ കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിലെ പാർട്ട് 10ലാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കോമ്പിനേഷൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. മാർച്ചിലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. A Wheatstone's bridge is shown in figure. Derive a relation connecting 4 resistors for the galvanometer to give zero or null deflection. Name a practical device which uses this principle. Wheatstone's bridgeന്റെ ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. ഇവ ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന കണ്ടീഷൻ ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിങ് കണ്ടീഷൻ ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇതുപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിൻ്റെ പേര് എഴുതാനും പറഞ്ഞിരിക്കുന്നു. ആൻസറിലേക്ക് പോകാം. ഇവിടെ 4 റെസിസ്റ്ററുകൾ R1, R2, R3, R4 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് P/Q = R/S എന്നാണ്. അതുകൊണ്ട് തന്നെ അവയുടെ പേര് ഒന്ന് ചേഞ്ച് ചെയ്യുക. Pക്ക് പകരം R1, Qന് പകരം R2, ഇങ്ങനെ പേര് R1, R2, R3, R4 എന്ന് മാറ്റി വേണം ചെയ്യാൻ. ബാക്കിയെല്ലാം സെയിം ആണ്. വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ ഉപയോഗിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് തന്നിരിക്കുന്നത് മീറ്റർ ബ്രിഡ്ജ്. പാർട്ട് 16 എന്ന സെക്ഷനിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. Wheatstone's bridge is an application of Kirchhoff's rules. Derive the balancing condition for Wheatstone's bridge. തൊട്ട് മുമ്പിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡെറിവേഷൻ P/Q = R/S എന്നുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യുക. Figure shows the incomplete diagram of a potentiometer to measure the internal resistance of a cell. തന്നിരിക്കുന്ന ഫിഗറിൻ്റെ അകത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഡയഗ്രമാണ്. ഈ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യോമീറ്റർ ഈസ് ബെറ്റർ ദാൻ വോൾട്ട് മീറ്റർ ഫോർ മെഷറിംഗ് EMF ഓഫ് എ സെൽ. ഗിവ് റീസൺ. പൊട്ടൻഷ്യോമീറ്റർ വോൾട്ട് മീറ്ററിനെക്കാട്ടിലും ബെറ്റർ ആണ് EMF മെഷർ ചെയ്യാൻ. അതിൻ്റെ കാരണമെന്ത്? ആദ്യം പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. Secondary EMF is directly proportional to the balancing length. This is the working principle of a potentiometer.
E proportional to L. ഈ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ പാർട്ട് 20 എന്ന സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പൊട്ടൻഷ്യോമീറ്റർ വോൾട്ട് മീറ്ററിനെക്കാളും ബെറ്ററാണ് EMF മെഷർ ചെയ്യാൻ. കാരണമെന്ത്? പൊട്ടൻഷ്യോമീറ്റർ ഡസ് നോട്ട് ഡ്രോ എനി കറന്റ് ഫ്രം ദ സെൽ, so it gives correct potential difference or EMF of the cell. Voltmeter draws some current, so there is a difference in measured value and actual value. Potentiometer സെല്ലിൽ നിന്നും കറണ്ടിനെ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ EMFൻ്റെ കറക്റ്റ് വാല്യൂ നമുക്ക് ലഭിക്കും. എന്നാൽ വോൾട്ട് മീറ്റർ അത് EMF മെഷർ ചെയ്യുന്ന ആ സെല്ലിൽ നിന്ന് തന്നെ കറണ്ടിനെ സ്വീകരിക്കുന്നു, അതുകൊണ്ട് മെഷേർഡ് വാല്യൂ യഥാർത്ഥ വാല്യൂവിനേക്കാളും അല്പം കുറവായിരിക്കും. അപ്പം കൃത്യമായ വാല്യൂ നമുക്ക് ലഭിക്കുന്നത് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോഴാണ്. With suitable circuit diagram, show how EMF of two cells can be compared using potentiometer. Why do we prefer potentiometer to measure the EMF of a cell than a voltmeter? Circuit diagram. രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാനായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം വരച്ച് എങ്ങനെയാണ് EMFകൾ കമ്പയർ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പാർട്ട് 19 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി വൈ ഡു വി പ്രിഫർ പൊട്ടൻഷ്യോമീറ്റർ ടു മെഷർ EMF ഓഫ് എ സെൽ ദാൻ എ വോൾട്ട്മീറ്റർ? തൊട്ട് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്, പൊട്ടൻഷ്യോമീറ്റർ സർക്യൂട്ട് സെല്ലിൽ നിന്ന് കറണ്ടിനെ സ്വീകരിക്കുന്നില്ല, എന്നാൽ വോൾട്ട് മീറ്റർ ആ സെല്ലിൽ നിന്ന് കറണ്ടിനെ സ്വീകരിക്കുന്നു, അതുകൊണ്ട് കറക്റ്റ് വാല്യൂ ലഭിക്കുന്നത് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോഴായിരിക്കും. Express Ohm's law in terms of current density and conductivity. കറണ്ട് ഡെൻസിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും ടേംസിൽ ഓംസ് ലോ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡ്രോ എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ എ സെമി കണ്ടക്ടർ. ഒരു സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും സൂചിപ്പിക്കുന്ന ഗ്രാഫ് വരയ്ക്കും. മൂന്നാമത്, തന്നിരിക്കുന്ന നെറ്റ്വർക്കിലെ PQ എന്ന പോയിന്റുകൾക്കിടയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറണ്ട് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ഭാഗം റെഫർ ചെയ്യുക. രണ്ടാമത്തേത് റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻ കാണിക്കുന്ന ഒരു സെമി കണ്ടക്ടറിൻ്റെ ഗ്രാഫ് ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. റെസിസ്റ്റിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ സൂചിപ്പിക്കുന്ന സെമി കണ്ടക്ടറിൻ്റെ ഗ്രാഫ്. ഇനി മൂന്നാമത്തെ പ്രോബ്ലം. ഇവിടെ ഈ സർക്യൂട്ടിൽ 3 ഓമിൻ്റെ 2 റെസിസ്റ്ററുകളുണ്ട്. അതുപോലെ 6 ഓമിൻ്റെ 2 റെസിസ്റ്ററും ഒരു 5 ഓം റെസിസ്റ്ററുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഈ സർക്യൂട്ടിൽ 3 ഓം റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സർക്യൂട്ടിൻ്റെ ഈ ഭാഗം മാത്രം നോക്കുക, 3 ഓം അതുമായിട്ട് കണക്ട് ചെയ്ത് വീണ്ടും ഒരു 3 ഓം, ഇത് തമ്മിൽ N by N ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സീരീസ് സർക്യൂട്ടാണ്. 3 ഓം റെസിസ്റ്റേഴ്സ് ആർ ഇൻ സീരീസ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ വരുന്ന 2 3 ഓം റെസിസ്റ്ററുകളുടെ സീരീസ് കോമ്പിനേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് എടുക്കുകയാണ്. R1 ഈസ് ഈക്വൽ ടു ആഡ് ചെയ്ത് എഴുതാം, 3 + 3 6 ഓം നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ ലഭിക്കുന്ന ഈ ഇവിടെ ലഭിക്കുന്ന ഈ റെസിസ്റ്റർ R1 എന്ന് ഞാൻ എടുക്കുന്നു. R1ൻ്റെ വാല്യൂ നമുക്ക് 3 ഓം 3 + 3 6 ഓം നമുക്ക് ലഭിക്കും. R1 ഈസ് ഈക്വൽ ടു 6 ഓം. ഇനി നോക്കാം, ഇവിടെ ലഭിച്ച
ഈ 6 ഓമും ഈ 6 ഓമും പാരലലായിരിക്കും. ഇവിടെ ഒരു R1 ലഭിച്ചിട്ടുണ്ട്, അത് 6 ഓം ആണ് ലഭിച്ചു. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഒരു 6 ഓം ഉണ്ട്. ഈ ലഭിക്കുന്ന 6 ഓമും ഈ 6 ഓമും പാരലലായിരിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് അതിനെ R2 എന്ന് ഞാൻ എടുക്കുകയാണ്. ഇവിടെ ലഭിക്കുന്ന ഈ പാരലൽ റെസിസ്റ്ററുകളുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ R2 എന്ന് എടുക്കാൻ നമുക്ക് ഇങ്ങനെ കിട്ടും. 1/R2 is equal to 1/6 divided plus 1/6 1/6 plus 1/6. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/R2 is equal to 2/6 എന്ന് ലഭിക്കും. LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/6 എന്ന് ലഭിക്കും. 1/R2 ആണ് 2/6 എന്ന് പറയുന്നത്. അതുകൊണ്ട് R2 എന്ന് പറയുന്നത് 6/2 ആയിരിക്കും. R2 is equal to 6/2 3 ഓം എന്ന് ലഭിക്കും. അപ്പോൾ ഇത്രയും ഭാഗം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 3 റെസിസ്റ്ററുകളുടെ വരുന്ന ഈ സെക്ഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ഓം എന്ന് ലഭിക്കും. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 3 ഓം എന്നാണ് ലഭിക്കുന്നത്. ഇനി 3 റെസിസ്റ്ററുകളായി. ഇപ്പം 6 ഓം ഉണ്ട്, ഇവിടെ ലഭിച്ചിരിക്കുന്ന ഒരു 3 ഓം ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു 5 ഓം ഉണ്ട്. ഇത് നോക്കുക, ഇവിടെ ഒരു 6 ഓം, ഇവിടെ വരുന്നത് 3 ഓം, ഇവിടെ വരുന്നത് 5 ഓം. ഇത് മൂന്നും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 + 3 + 5 എന്ന് നമുക്ക് 6 + 3 + 5. നമുക്ക് ആൻസർ 14 ഓം ലഭിക്കും. ഒരിക്കൽ കൂടി പറയാം, 3 ഓം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന് R1 എന്ന് എടുക്കുന്നു. അപ്പോൾ 3 + 3 is equal to 6 ഓം എന്ന് നമുക്ക് ലഭിക്കും. ഇനി അപ്പോൾ ഇവിടെ ലഭിച്ച 6 ഓമും സർക്യൂട്ടിലുള്ള 6 ഓമും പാരലലാണ്. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R2 എന്ന് എടുത്തു കഴിഞ്ഞാൽ 1/R2 is equal to 1/6 plus 1/6 എന്ന് ലഭിക്കും. 1/R2ൻ്റെ വാല്യൂ ആണ് 1/6 plus 1/6 എന്ന് ലഭിക്കുന്നത്. R2 കിട്ടി കഴിയുമ്പോൾ നമുക്ക് 3 ഓം ലഭിക്കും. R2 is equal to 3 ഓം ലഭിക്കും. ഇപ്പോൾ 3 റെസിസ്റ്ററുകളാണുള്ളത്. ആദ്യം സർക്യൂട്ടിൽ തന്നിരിക്കുന്ന 6 ഓം, നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച 3 ഓം, പിന്നെ സർക്യൂട്ടിലുള്ള 5 ഓം. അപ്പോൾ ഇവ മൂന്നും സീരീസ് കോമ്പിനേഷനിലായതിനാൽ 14 ഓം നമുക്ക് ആൻസർ ലഭിക്കും. Temperature dependence of resistivity of a material is shown below. Identify the type of material. ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ഒരു മെറ്റീരിയലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് തന്നിരിക്കുന്നത്. മെറ്റീരിയൽ ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് ആവറേജ് കൊളീഷൻ ടൈം ഫോർ ഇലക്ട്രോൺ. റെസിസ്റ്റിവിറ്റിയും ആവറേജ് കൊളീഷൻ ടൈമും തമ്മിൽ ഉള്ള റിലേഷൻ എഴുതുക. മെറ്റീരിയൽ സെമി കണ്ടക്ടറാണ്. റെസിസ്റ്റിവിറ്റിയും കൊളീഷൻ ടൈം, അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ആവറേജ് കൊളീഷൻ ടൈം. ഇത് തമ്മിലുള്ള റിലേഷൻ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ഇതാണ്. Rho is equal to m divided by n e square tau. റിലാക്സേഷൻ ടൈമും റെസിസ്റ്റിവിറ്റിയും വരുന്ന ഇക്വേഷൻ Rho is equal to m divided by n e square tau. ഇതെല്ലാം ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം എന്ന സെക്ഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. The circuit diagram of a potentiometer for determining EMF of a cell is shown in figure. State the principle of working of a potentiometer. How the balancing length AJ changes when the value of R1 decreases. R1ൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, R1 എന്ന റെസിസ്റ്ററാണ്, R1ൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസിങ് ലെങ്ത് AJ എന്ന് പറയുന്ന ബാലൻസിങ് ലെങ്ത്തിന് എന്ത് വ്യത്യാസം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ മെഷർ ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനും ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിൻസിപ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത്. ഇനി
അവിടെ തന്നിരിക്കുന്ന R1ൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ലെങ്തും ഡിക്രീസ് ചെയ്യും. അതുപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്ന സെക്ഷൻ പാർട്ട് 20-ൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. What do you mean by drift velocity? Write the relation between drift velocity and electric current. Drift velocity എന്താണ്? Drift velocityയും ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള റിലേഷൻ എഴുതുക. The average velocity with which free electrons are drifted in the opposite direction of applied electric field is called drift velocity. Electric current I is equal to N into E A into VD. VD എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. I is equal to NEA VD. മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ മെറ്റീരിയൽ, ക്രോസ് സെക്ഷണൽ ഏരിയ, ലെങ്ത്, ഓൾ ഓഫ് ദ എബോവ്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി തന്നിരിക്കുന്നതിൽ ഏത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആൻസർ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് മാത്രമേ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ചെയ്യുകയുള്ളൂ. ലെങ്ത് മാറിയാലും ക്രോസ് സെക്ഷണൽ ഏരിയ മാറിയാലും റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് വരത്തില്ല. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മെറ്റീരിയൽ.